ഹായ്. ഹലോ. അപ്പോൾ നമ്മൾ ഡെലിവറിക്ക് പോവാണ്. എന്താ പറയുക, പേടിയുണ്ട്, ടെൻഷനാണ്. നമ്മളെന്തായാലും പോയിട്ട് ബാക്കി അപ്ഡേറ്റ്സ് പറയാം. ഇനി അടുത്ത വീഡിയോയിൽ എന്തായാലും നമുക്കൊരു പുതിയൊരു അതിഥി ഉണ്ടാവും, നമ്മുടെ ബേബി ഉണ്ടാവും കൂടെ. അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക. ഓക്കെ. ഇനി അടുത്ത് വരുമ്പോൾ കുഞ്ഞാവായിട്ടായിരിക്കും വരുന്നത്. 7 മണിക്കാണ്, ഇവിടെ 6:30 അപ്പോൾ എന്തായാലും ഇവിടെ നിന്നൊരു 15 മിനിറ്റ് യാത്രയേ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ എന്തായാലും പോകാൻ വേണ്ടി പോവാണ്. ഡെലിവറിക്ക് മുന്നേ ഉള്ള നിമ്മിയുടെ ഹെവി ഫുഡാണ്. കാരണം അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റായിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പോകുന്ന ടെൻഷനിലാണ് ഞാനും. അതുകൊണ്ട് കയ്യിൽ കിട്ടിയ പാത്രത്തിൽ ഞാനും കഴിക്കുകയാണ് പെട്ടെന്ന്. ബേബി എവിടെ? ഇവിടെ ബേബി എവിടെ? എവിടെ പോയി? നാളെ ആകുമ്പോൾ ഇങ്ങ് എത്തണം കേട്ടോ. എന്തൊരാവേശം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ചോദ്യം സംസാരമൊന്നുമില്ല, ഡയറക്റ്റ് ലേബർ റൂമിലേക്കാണ്. ലൈഫിൽ ആദ്യമായിട്ട് ലേബർ റൂമിൽ കയറേണ്ട ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം. ഓക്കെ. അപ്പം ഇത് നിമ്മിക്കുള്ള റൂമാണ്. ബാക്കി വിശേഷം അവൾ വന്നിട്ട് പറയാം. ഹലോ. ഞാൻ കുറച്ച് നേരമായി. എന്നാടാ? ഉച്ചയാവായിരിക്കും. അവനെ കാണിക്കണോ? അവനെ കാണിക്കണോ? ആരാ? വേണ്ട, ഇത് ഇതെന്താ? ഞാൻ പറഞ്ഞത് അയ്യോ, ഇത് തൈര്, ഇത് ഫ്രൂട്ട്സ്. ഇതെന്താ ഫ്രൂട്ട്സ്? തണ്ണിമത്തനും ഇതാണ് കേട്ടോ. ഇത് സൂപ്പ്, വെജിറ്റബിൾ സൂപ്പാണ് തോന്നുന്നു. ഞാനിപ്പോ വീട്ടിൽ പോയിട്ട് രാവിലെ വന്ന് കുടുക്കുരു സ്വീകരിക്കാൻ വേണ്ടി നിൽക്കാം. ഇത് സാൻഡ്വിച്ച്. ചിക്കനാണോ? വെജ് ചിക്കൻ സാൻഡ്വിച്ച്.
ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ വേറെ 2 വാട്ടർ ബോട്ടിലുകളുണ്ടല്ലേ. പിന്നെ ആണ് കഴിക്കുന്നു. ഓ മൈ ഗോഡ്. ഓക്കെ, ഇത് രോഗിയെ പരിഗണിക്കാൻ വന്ന എൻ്റെ ഓ മൈ ഗാഡ്. എന്നത്തെ പറയാ ആരാ? സൂപ്പും കഴിക്കുന്ന ഞാൻ എൻ്റെ കെട്ടിയൻ അവിടെ നിന്ന് വെട്ടി വീഴുന്നുണ്ട്. കിട്ടിയവൻ്റെ കീഴ്. ചിക്കൻ നൂഡിൽസ്, സോറി ഫ്രൈഡ് റൈസ് ആണ്. ഓ എന്ത് നിഷ്കളന്തേ. ആ മൊഹീസ് നോക്കട്ടെ. അയ്യോ വേറൊരു അവതാരമുണ്ടല്ലോ. തരരര ഗീ റൈസും പിന്നെ ഉണ്ട്. അടുത്ത ആളിനെ കാണിച്ചു തരാം. പെട്ടെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. CTG നോർമലാ. കൺട്രാക്ഷൻ CTGയിൽ കൺട്രാക്ഷൻ കാണിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പെയിൻ അത്രയും വന്നില്ല. നീ ഫുഡ് കഴിക്കാൻ പോയെന്നല്ലേ പറഞ്ഞു? ജോഷി ഇത് തീർന്നില്ലേ? ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഡെലിവറിക്ക് വേണ്ടി, നമ്മളല്ല ഡെലിവറിക്ക് വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരും പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു. ഇത് നിമിക്കുള്ള ഫുഡാണ്. ഫസ്റ്റ് ഓട്സ്, പിന്നെ സോഫ്റ്റ് ബണ്ണ്, ഹണി, എന്താ ടീ, അത്രയേ ഉള്ളൂ. ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്.
ഇപ്പം സമയം ഏകദേശം 12:45 1 മണിയായി ഉച്ചയ്ക്ക്. ഒരവസാന ശ്രമം പോലെ 12 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പെയിനോ കൺട്രാക്ഷനുണ്ട്, പെയിൻ വരുന്നില്ല, ഡയലേഷൻ ആയില്ല. അപ്പം ഹസ്ബൻഡും ഫ്രണ്ട്സൊക്കെ പറഞ്ഞൊരു വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം, എങ്ങാനും സെറ്റായാലോ. അപ്പം അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ വയ്യ, എന്നാലും ഒരു അവസാന ശ്രമം പോലെ ചെയ്ത് നോക്കാം എന്ന് വെച്ച് നമ്മളിങ്ങനെ ഇരിക്കുവാണ്. എൻ്റെ അവസാന ശ്രമവും പാഴാക്കി. ആ ഡോറ് തുറന്നു വന്നത് ആരാന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. വേറെ ആരുമല്ല, എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഇത്ര 12 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തു, ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് CS ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എല്ലാ പ്രയത്നങ്ങളും വിഫലമായി എന്ന് കണ്ടു. ഒരു റീതിങ്ക് ചെയ്യാനുള്ള ടൈം തരാതെ ആ ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ അവർ എല്ലാം റെഡിയാക്കി പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുവാണെന്ന് പറഞ്ഞു. അപ്പം അപ്പോൾ വരെ എൻ്റെ മനസ്സിൽ ഹസ്ബൻഡിന് കയറാൻ പറ്റും എന്നായിരുന്നു. പെട്ടെന്ന് അവർ വന്നിട്ട് പറഞ്ഞു എമർജൻസി സിസേറിയൻ ആയതുകൊണ്ട് ഹസ്ബൻഡിനെ കയറ്റാൻ പറ്റില്ല. അപ്പം ആകെ തകർന്ന് മനസ്സ് മൊത്തം തളർന്നാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയത്. പക്ഷേ എന്തോ ഡോക്ടറുടെ ഒരു കരുണയും എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യും കാലും പിടിക്കലും ഒക്കെ കണ്ടിട്ടാവാം അവരെൻ്റെ ഹസ്ബൻഡിനെ അകത്ത് കയറ്റി, ഓപ്പറേഷൻ തിയേറ്ററിനകത്ത്. കാരണം എനിക്ക് ഒരു മെൻ്റൽ സപ്പോർട്ട് ആ സമയത്ത് ഒരുപാട് ആവശ്യമായിരുന്നു. പിന്നെ കുഞ്ഞിനെ ആദ്യം അവൻ തന്നെ കയ്യിൽ വാങ്ങണം എന്നെനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതെല്ലാം എനിക്ക് അവിടെ സാധിക്കാൻ പറ്റി. ആ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ 2.5 വർഷം ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണെങ്കിലും ആ ഒരു 20 മിനിറ്റ് ആ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ എനിക്ക് ആരെയും പരിചയമില്ലാത്ത പോലെ ഒരു അവസ്ഥയായിരുന്നു. എല്ലാ മുഴക്കങ്ങൾ മാത്രം. പെട്ടെന്ന് 2 കൈ എൻ്റെ മുഖത്ത് വന്നിങ്ങനെ പിടിക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഹസ്ബൻഡിനെ അവർ അകത്ത് കയറ്റി എന്നോട് ശ്വാസം വലിച്ച് വിടി, ഇപ്പം നമ്മളെ വാവേനെ നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന. അവിടെ നിന്നാണ് എല്ലാം അവസാനിച്ചു, എന്താണ് ഇനി നടക്കാൻ പോകുന്നത് ഒന്നും മനസ്സിലാവാതെ കിടക്കുന്ന ഒരവസ്ഥ. പക്ഷെ അവിടുന്ന് പെട്ടെന്നാണ് ജീവൻ തിരിച്ചു കിട്ടിയോ അതോ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു നിമിഷം. ആ ഒരു കരച്ചിലാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്, എൻ്റെ വാവയുടെ കരച്ചിൽ.
later. നാളെ വരുന്നത് കടിക്ക ഞാനിത് കടിച്ചോട്ടെ. ഉമ്മ കൊടുക്കുമ്മ, ഉമ്മ കൊടുത്തേ, ഉമ്മ കൊടുക്കുമല്ലോ. ഉമ്മ ഗ്യാസൊക്കെ ഫുഡ് കഴിക്കാലോ. പക്ഷെ കുറച്ച് കാലത്തേക്ക് സ്റ്റിച്ചൊക്കെ ഉണങ്ങുന്നിടം വരെ കുറച്ച് ഈ സോഫ്റ്റ് ഇങ്ങനെ പോലെ ഇതിലും പേടിയായിരുന്നു. ബേബി അവളെ മാത്രം എടുത്താൽ മതി കേട്ടോ. അവളെ എടുത്തോ, കുഴപ്പമില്ല. തിരിച്ചെടുക്കല്ലോ. ഉമ്മ എടുക്കുമല്ലോ. ഉമ്മ ഗ്യാസൊക്കെ ഫുഡ് കഴിക്കാലോ. പക്ഷെ കുറച്ച് കാലത്തേക്ക് സ്റ്റിച്ചൊക്കെ ഉണങ്ങുന്നിടം വരെ കുറച്ച് ഈ സോഫ്റ്റ് റെഡി ആവാൻ നോക്കിയതാണ്. മതി മതി. ആരാ ബേബിയാ? കിങ്ങി ബേബിയാ? മതിയോ? മതി 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 മതി. ഒരു ഉമ്മ കൊടുത്തിട്ട് മാറ്, ഒരു ഉമ്മ കൊടുത്തിട്ട് മാറിക്കോ. കിങ്ങി ബേബിയാ? ഇല്ല. ഓക്കെ. ഇല്ല, മിമ്മിക്ക് മിമ്മി ബേബിയാ? കിങ്ങി ബേബി, കിങ്ങി ബേബി, കിങ്ങിയുടെ ബേബിയെ. ഉമ്മ എടുത്തേ, ചെറുക ചെറുക. കൊടുത്തോ 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 കൊടുത്തോ. നീ എടുത്താ മതി. ഞാൻ എടുക്കുന്നുണ്ട്. എടുത്തോട്ടെ എടുത്തോട്ടെ. ഇനി പിന്നെ കോട്ടയത്ത് മെട്രോ ഒക്കെ ഉണ്ട്.